ഇന്ന് ഒരു ഫളിൽ അല്ലേ ഇൻഷാ അല്ലാഹ് പിന്നെ ജോലിയില്ലാതെ പല ഇന്റർവ്യൂവിനും പോയിട്ട് പാസ്സായില്ല, അവർ വിളിച്ചില്ല. ബഹുമാനപ്പെട്ട സയ്യിദവരുടെ ഹദറത്തിലേക്ക് വന്നു, അങ്ങനെ വിഷയം പറഞ്ഞു. അപ്പോൾ ഒക്കെ ശരിയാകുന്നുണ്ട്. ഒരു പിന്നെ നാവിന് ഭയങ്കര അസറാണ്. അല്ലാഹു തആല അത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുപാട് ഖൈർ പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരാൾക്ക് അള്ളാഹു ഒരു നന്മ കൊടുത്ത എന്താ കാട്ടല് അല്ലേ? അങ്ങനെ ഈ നാവിന് അസർ കിട്ടാതിരിക്കും. ഒരുപാട് സ്വലാത്ത് റസൂലുള്ളാഹിലേക്ക് സ്വലാത്ത് ചെല്ലാൻ ഒരു പ്ലാറ്റ്ഫോം അൽഹംദുലില്ലാഹ് റാഹത്തോടെ അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിഷയം സ്വർണ്ണാപരമായി ഒരു സന്തോഷം വന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ആ ഫളില് ഇന്ന് പറയാൻ പോവാണ്. മനോഹരമായ മോതിരാട്ടോ, നല്ല തൂക്കമുണ്ട് അല്ലേ? ഇവളൊക്കൊരു മോതിരം കിട്ടുന്ന ഹൈറാണ്. എത്തിമക്കൾക്ക് ഇതാർക്കുള്ള എത്ര മകവ് പാവങ്ങൾക്കുല്ലേ? തങ്ങൾ പാപ്പാന്റെ വന്നീനാ? എന്തിനാ വന്നേ? ഭയങ്കര വിഷമേനോ? അങ്ങനെ തണുപ്പാനെ കുറിച്ച് അറിഞ്ഞ ഇവിടെ വന്നു. തണുപ്പ് അറിഞ്ഞ ശരിയായോ? നല്ല ജോലി, നല്ല ശമ്പളമൊക്കെ കിട്ടി, സന്തോഷാണ്. വിഷമങ്ങളൊന്നും ഇപ്പല്ല. അള്ളാഹു പൊന്നുമണിക്ക് നല്ല ശമ്പളമുണ്ട്. 6 വർഷമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, ജോലിയില്ല. ഇന്റർവ്യൂവിന് പോയാൽ പാസ്സാവും, ജോലി കിട്ടില്ല. അങ്ങനെയാണ് സ്വലാത്തുൽ ഫാത്തിഹയെ കുറിച്ച് തങ്ങളെടുത്ത് വന്നത്. നമ്മളെ കറാമത്തല്ല കേട്ടോ, നമുക്കൊരു കറാമത്തുമില്ല. സ്വലാത്തിന്റെ അവരെന്തില്ല, മോനെ പോയി ഗൾഫിൽ പോയി, ജോലി ശരിയായി, വിദ്യാർത്ഥിനേക്കാൾ ശമ്പളം കിട്ടി, ആദ്യം കിട്ടിയ അള്ളാഹു ബർക്കത്ത് ഉപകാരപ്പെടുന്നവരാണ്. ആമീൻ ആമീൻ ആമീൻ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി ഇല്ലാത്തവരുണ്ട്. അല്ലാഹു തആല ആ നാവിന് കൊടുത്തൊരു ഫളില് അല്ലാഹു തആല നമുക്കും ഒരുപാട് ഫളില് പറയാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സുഖല്ലാതെ ഇരിക്കുകയാണ് ഇപ്പോ. പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. അപ്പൊ അങ്ങനെ വിഷമിച്ച് വന്ന ആളോട് ഈ വിഷയം പറഞ്ഞു. അങ്ങനെ ഉണ്ടോ ഒരു പിന്നെ മോതിരം തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലൊക്കെ എത്രങ്ങാനും മോതിരാണ് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇത്ര ആളുകൾക്കാണ് അതിൻ്റെ ഒരു ഉപകാരം. ഒരാൾക്ക് നമ്മൾ ഉപകാരം ചെയ്യുകയാണെങ്കിൽ അത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കണം അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന പിന്നെ നവംബറിൽ 20ഓളം പെൺകുട്ടികളുടെ കല്യാണം നടക്കുകയാണ്. നമുക്കൊരു കുട്ടിയെ കെട്ടിച്ചാൻ കഴിയും? അത് ചിന്തിച്ചാൽ മതി അല്ലേ? അല്ലാഹു തആല എല്ലാവർക്കും നന്മയും റാഹത്തും അല്ലാഹു നൽകട്ടെ. ഇതിനൊക്കെ സഹായം നൽകിയത് നമ്മളെ നൂറെ ഹബീബിന്റെ ഈ പ്ലാറ്റ്ഫോമിലുള്ള പ്രവർത്തകരാണ്. ഇതിനു വേണ്ടി സഹായിച്ചത് ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു അവിടെയൊക്കെ കാര്യങ്ങൾ നീ ഖൈറിലാക്കണേ റബ്ബേ. അതേപോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മുഹറം 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താകും മുഹറം 9 ഞാൻ നോക്കുന്നു അല്ലേ? ഇനിയിപ്പോ ഒരാൾക്ക് മുഹറം 9 നോക്കാൻ പറ്റിയില്ല, അപ്പൊ അവനെ എന്താക്കുക 11 നോക്കിയാൽ മതി, അത് കൂലി കിട്ടും. മുഹറം 9 മാറ്റിയിട്ട് മുഹറം 11 10ഉം 11ഉം നോക്കിയാലും എന്താകും, ഓനിക്ക് ആ കൂലി കിട്ടും. ഇനി ഒരാള് മുഹറം 1 മുതൽ 11 വരെ നോറ്റാലും അതിന്റെ കൂലി അല്ലാഹു തആല ഒന്നും കുറക്കാതെ അല്ലാഹു തരും. ഭയങ്കര ഉഷാറാണ്. ഈ ഒരു 9, 10, 9 ഒക്കെ വളരെ അധികം ഉഷാറാണ്. അല്ലാഹു തആല ഖൈർ പ്രദാനം നൽകട്ടെ. ഒരു ചരിത്രം പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ചരിത്രം, നാളെ ഒരു ചരിത്രം, മുഹറം 10ന്റെ ഒരു ചരിത്രം, ഇന്ന് 1 നാളെ 1 അല്ലേ? ദുആയിലെ വേഗം കടക്കും. അല്ലാഹു തആല നമ്മളെ ഖൈറിലാക്കട്ടെ. മുഹറം പിന്നെ 10 ആകുമ്പോൾ ഒരു നാട്ടില്, മുഹറം 10 ആകുമ്പോൾ ഒരു നാട്ടില് ഒരു മനുഷ്യന്, അയാൾ ഭയങ്കര പണക്കാരനാണ്.
അയാൾ എന്താ ചെയ്യല്? അയാള് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഖത്മുൽ ഖുർആൻ ഓതും, അതുപോലെ തന്നെ ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലും. അങ്ങനെ എല്ലാ മുഹറം 10-നും ഇങ്ങനെ അയാള് രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഇബാദത്തും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിച്ചും ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തും നല്ല സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആ നാട്ടില് ഒരു മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു സാധുവായ തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പണക്കാരനായ ആ മനുഷ്യന്റെ വീടിന്റെ ആ വലിയ വീടിന്റെ തൊട്ടിപ്പുറത്ത് ഒരു കുഞ്ഞു വീട്, ആ കുഞ്ഞു വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി ആ ഉപ്പാനോട് ചോദിച്ചു, അതിന്റെ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ നമ്മൾ അയൽവാസി ഇന്ന കാക്ക, പോക്കരാക്ക അല്ലെങ്കിൽ സിദ്ദീഖാക്ക, ആരായിക്കോട്ടെ, അയാള് ഭയങ്കരാണല്ലോ, ഈ മുഹറം 10-ന് ഭയങ്കരമായിട്ട് ധർമ്മം ചെയ്യുന്നുണ്ടല്ലോ, അയാള് ഭയങ്കരമായിട്ട് ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ഖത്മുൽ ഖുർആൻ ഓതുന്നു, ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു, ദിക്ർ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നു, പിന്നെ ദുആ നടക്കുന്നു. അപ്പൊ ഇതിന്റെ കുട്ടൻസ് എന്താ, ഇതിന്റെ വിഷയം എന്താ എന്ന് ഉപ്പാനോട് ചോദിച്ചപ്പോ ഈ കുട്ടിനോട് പറഞ്ഞു, ഈ തളർന്നു നടക്കുന്ന കുട്ടിനോട് പറഞ്ഞു, മുഹറം 10-ന് ഭയങ്കര ഫളിലാണ്. അല്ലാഹു തആല ഒരുപാട് നന്മകൾ ചെയ്ത ഈ ഭൂമിയിലേക്ക് ഇറക്കി, ഈ ഭൂമി തന്നെ ഉണ്ടാക്കിയത് എന്ന് വേണ്ട, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഏകദേശം ഇവിടെ നടത്തിയിട്ടുള്ളത് ഏതിലാണ്? ഈ മുഹറം 10-ലാണ്. അപ്പൊ എന്ത് ചോദിച്ചാലും അല്ലാഹു തആല തരും എന്ന് ഈ കുട്ടിനോട് പറഞ്ഞപ്പോ, ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുട്ടി കുട്ടിയൊപ്പൊക്കെ പോയി എന്തായി, കുട്ടി ആ കടന്ന കിടപ്പില് ഒന്ന് ഉറങ്ങി. രാത്രി കുട്ടി ഒന്ന് ഉറങ്ങി. കുട്ടി ഉറങ്ങി എഴുന്നേറ്റ് അള്ളാഹിനോട് ദുആ ചെയ്ത് എല്ലാവരും ഉണരുന്നതിന്റെ മുന്നേ ആ കുട്ടി എഴുന്നേറ്റ് റബ്ബിനോട് ദുആയിരുന്നു, പഠിച്ചോനെ എല്ലാവരും ഉറങ്ങാണ്, മുഹറം 10-ന് ഭയങ്കര ഫളിലാണ്, ഞാൻ തളർന്ന് കിടക്കുകയാണ്, എനിക്ക് നടക്കാനും റാഹത്താകാനുമുള്ള അവസരം നീ തരണേ റബ്ബേ എന്ന് ആ കുട്ടി ദുആ ചെയ്തു. ആ രാത്രിയിൽ, ഇത് മുഹറം 10-ന്റെ രാവിലെ, ഇപ്പൊ ഇന്നത്തെ രാവിലെ, അഥവാ ഇന്ന് പകല്, നാളെയുടെ രാവാണ് ഇന്ന് രാത്രി വരുന്നത്, വരാൻ പോകുന്ന രാത്രി. അപ്പൊ ആ രാത്രിയിൽ ആ കുട്ടിയാണ് ദ്വാരുന്നപ്പോ പിറ്റേന്ന് ആ കുട്ടിയുടെ എണീച്ചടക്കണം. ആ ഉപ്പ അത്ഭുതപ്പെട്ടു, പഠിച്ചോനെ എന്താ കുട്ടിക്ക് പറ്റിയത്? ആ കുട്ടിനോട് ചോദിച്ച്, നീ എന്താ ചെയ്തത്, നീ ഇങ്ങനെ നടക്കാൻ കാരണം എന്താ? അപ്പൊ പറഞ്ഞു, മുഹറം 10-ന്റെ ഉടമയായ അള്ളാഹുവിനോട് ഞാൻ മുഹറം 10-ന് ആ രാവിലെ ഞാൻ ദ്വാരുന്നു, അൽഹംദുലില്ലാ, അതുകൊണ്ട് അല്ലാഹു തആല എന്നെ എന്താക്കി, ആ ദുആ സ്വീകരിച്ച് എന്നെ റാഹത്താക്കിയിട്ടുണ്ട്. അപ്പൊ മുഹറം 10-ന് എന്ത് അമലും എന്തും ചോദിച്ചോളിയും അല്ലാഹു തആല തരുന്നതാണ്. അല്ലാഹു തആല ഒക്കെ റാഹത്താക്കി തരും. പിന്നെ ചില ആളുകൾക്ക് എത്ര മന്ത്രിച്ചു ഊതിയാലും അല്ലെങ്കിൽ എത്ര ദ്വാരുന്നാലും അല്ലാഹു തആല പ്രതിഫലം വഴുകിപ്പിക്കണത് തരൂലെന്നല്ല, എല്ലാം വഴുകിപ്പിക്കുന്നത് ദ്വാരുന്നിട്ട് കിട്ടാത്തത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മൾ ആ വിഷമം കൊണ്ട് റബ്ബിനോടൊരു വിളിയുണ്ടല്ലോ, കടം കൂടിയിട്ട് അല്ലാഹ് എന്നൊരു വിളിയുണ്ടല്ലോ, അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന എന്താണ്? അള്ളാഹ്ക്ക് ഇഷ്ടം കൊണ്ടല്ല, അത് ഓനെ പറഞ്ഞ് നിർത്തണം എന്ന് വിചാരിച്ചു കൊണ്ടാണ്. ഓന്റെ വിളി എനിക്ക് ഇഷ്ടമല്ല, അപ്പൊ എന്താവും? വേഗം ഉത്തരം കൊടുക്കും. അതുകൊണ്ടാണ് ചില ഉമ്മമാർ എത്ര താഴ്ന്നാലും താഴ്ന്നില്ലല്ലോ, വേദന മാറുന്നില്ലല്ലോ, എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ അന്ന് ചിന്തിക്കണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലാഹു തആല തെരല് കുറച്ച് വൈകിപ്പിക്കും. കാരണം നിങ്ങളുടെ സൗണ്ട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹു തആല റാഹത്തിലാക്കട്ടെ.